ഹായ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പൊ ഇന്ന് നമ്മളുണ്ടല്ലോ നമ്മുടെ ജർബറകൾ എങ്ങനെയാണ് നടുന്നതെന്നാണ് കാണിക്കാനായിട്ട് പോകുന്നത്. പലർക്കും ജർബറ ചെടികൾ പിടിച്ചു കിട്ടുന്നില്ല എന്ന് പറയാറുണ്ട്. അപ്പൊ നല്ല രീതിയിൽ പോട്ട് ചെയ്താൽ മാത്രമേ ജർബറ നന്നായിട്ട് കിളിക്കുകയുള്ളൂ. നമ്മൾ നഴ്സറിയിൽ നിന്ന് വാങ്ങിക്കൊണ്ട് വരുമ്പോൾ അതിന്റെ പോട്ടിംഗ് മിക്സ് ആണെങ്കിൽ ഭയങ്കര കട്ടിയുള്ളതായിരിക്കും. അപ്പൊ അതിനെ നമ്മൾ കൊണ്ടുവന്നിട്ട് അങ്ങനെ തന്നെ നടാതെ അതിലുള്ള പോട്ടി മിക്സിനെ നമ്മളൊന്ന് കളഞ്ഞിട്ട് ആദ്യം അതെല്ലാം ഒന്ന് പൊളിച്ച് കളഞ്ഞതിന് ശേഷം നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന പുതിയ പോട്ടി മിക്സിലേക്ക് ചെടി ഇറക്കി വെക്കുകയാണ് ചെയ്യാറ് പതിവ്. അപ്പൊ അങ്ങനെ ചെയ്യുമ്പോൾ ഈ ജർബറയ്ക്ക് ഒരു പ്രത്യേകതയുണ്ട്. ശരിക്കും പറഞ്ഞാൽ നല്ല ലൈറ്റ് ആയിട്ടുള്ള നല്ല ഒരു നോർമൽ ആയിട്ടുള്ള ഒരു പോട്ടി മിക്സ് ആണ് ജർബറയ്ക്ക് എപ്പോഴും നല്ലത്. നല്ല മണ്ണിളക്കം വേണം. അതുപോലെ തന്നെ അതിന്റെ വേരുകൾ എന്ന് പറഞ്ഞാൽ പ്രത്യേക രീതിയിലാണ് അതിന്റെ വേരുകൾ. അപ്പൊ അതൊക്കെ നോക്കിയിട്ട് എങ്ങനെയാണ് നടുന്നതെന്നൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണിക്കാൻ പോകുന്നത്. അപ്പൊ നമ്മുടെ പറഞ്ഞേക്കാൻ സമയമില്ല, നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് പോവാം. എങ്ങനെയാണ് നമ്മൾ ജർബറ ചെടി നടുന്നതെന്നാണ് നമ്മൾ കാണാൻ പോകുന്നത്. പോയാൽ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. വേനൽക്കാലം ആയാൽ പിന്നെ നമുക്ക് സുലഭമായി കിട്ടുന്ന ഒരു സാധനമാണ് കരികില എന്ന് പറയുന്നത്. മുറ്റത്തും തൊടിയിലും ഒക്കെ ഇഷ്ടംപോലെ ഈ സമയത്ത് കരികിലകൾ കാണും. അതൊക്കെ ഇങ്ങനെ തൂത്തുവാരി ശേഖരിച്ച് ഒരു ചാക്കിലോ അല്ല ഇതുപോലെ പ്ലാസ്റ്റിക് കവറുകളിലോ ഒക്കെ ആക്കി വെക്കുകയാണെങ്കിൽ നമുക്ക് ഇത് പോട്ടി മിക്സിൻ്റെ കൂടെ ചേർത്ത് കൊടുക്കുകയാണ് ഏറ്റവും നല്ല ഗുണമുള്ള ഒരു സാധനമാണ്. ഏറ്റവും വളക്കൂറുണ്ട്. അതുപോലെ തന്നെ ചെടികൾക്ക് നല്ല വേരോട്ടം ഉണ്ടാകാനും ഒക്കെ ഇത് നല്ല സഹായകമാണ്. അതിനായിട്ടാണ് ഞാനിവിടെ കുറച്ച് കരികില എടുത്ത് വെച്ചേക്കുന്നത്. അപ്പം നമ്മുടെ ചെടി നട്ടിരിക്കുന്ന ഈ ഒരു ഭാഗം കണ്ടോ, ഇത് നമ്മുടെ വീടിൻ്റെ ഫ്രണ്ട് ഭാഗമാണ്. ഇവിടെ കുറച്ച് ഭാഗം ഒഴിച്ചിട്ടിരിക്കുന്നതാണ്. അവിടെ കുറേ ചെടികളുടെ ഒരു അഭാവം ഉണ്ടെന്ന് തോന്നുന്നില്ലേ? കുറേ ചട്ടികൾ അവിടെ മിസ്സായിട്ടുണ്ട്. അപ്പം ഞാൻ വിചാരിച്ചു ഇവിടെ കുറച്ച് ജർബറയുടെ തൈകൾ വെച്ച് പിടിപ്പിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അത് മണ്ണിൽ നട്ടാൽ പ്രശ്നമാണ്. ഇവിടുത്തെ മണ്ണ് അത്ര നല്ലതല്ല. അതുകൊണ്ട് തന്നെ നമ്മൾ ചെടിച്ചട്ടിയിൽ തന്നെയാണ് അത് പോട്ട് ചെയ്യാനായിട്ട് പോകുന്നത്. പിന്നെ ജർബറയ്ക്ക് അധികം വെള്ളമൊന്നും വേണ്ടാത്തത് കൊണ്ട് തന്നെ നമുക്ക് ചെടിച്ചട്ടിയിൽ പോട്ട് ചെയ്യുകയാണെങ്കിൽ ആവശ്യത്തിനനുസരിച്ചിട്ടുള്ള ഇപ്പം മഴക്കാലം ആണെങ്കിൽ എങ്ങോട്ടെങ്കിലുമൊക്കെ നീക്കിയൊക്കെ വെച്ച് കൊടുക്കാം. അങ്ങനെയൊക്കെ ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ ഇത് പോട്ട് ചെയ്യാൻ പോകുന്നത് ചട്ടിയിൽ തന്നെയാണ്. അപ്പോൾ ദാ ഈ കാണുന്നതാണ് നമ്മൾ വാങ്ങിച്ചിരിക്കുന്ന ജർബറ. ഇത് വാങ്ങിച്ചിട്ട് ഇപ്പോൾ ഏകദേശം ഒരു 2-3 ആഴ്ച ആയിട്ടുണ്ട്. ഇതിങ്ങനെ വെച്ചേക്കുമായിരുന്നു. ഇനി ഇത് ഇവിടെ ഇങ്ങനെ ഇരുന്നാൽ ചെടി പന്നലായി പോകും. ഇതിൻ്റെ ഇലകളൊക്കെ പഴുക്കാനൊക്കെ തുടങ്ങി. അപ്പോൾ അതുകൊണ്ട് ഇനിയിപ്പോൾ ഇത് ഉണ്ടോ, ഇലകളൊക്കെ കണ്ടോ മഞ്ഞ നിറമൊക്കെ ആയിട്ടില്ലേ. അപ്പോൾ ഇനി ഇത് വെച്ചിരുന്നാൽ അങ്ങനെ ഒത്തിരി ദിവസം വെച്ചിരുന്നാൽ ഇതിലെ വളങ്ങളൊക്കെ അങ്ങ് കുറയും. ഇപ്പോൾ ഈ ചട്ടിക്കകത്ത് ഉള്ള ഒരു വളമുണ്ടല്ലോ, അങ്ങനെ അതൊക്കെ കുറഞ്ഞു. അപ്പോൾ ഇനി നമുക്കിത് പോട്ട് ചെയ്യാം. പോട്ട് ചെയ്യാനായിട്ട് ഞാൻ നമ്മുടെ പോട്ടിംഗ് മിക്സൊക്കെ ഇവിടെ തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. കുറച്ച് ചകിരിച്ചോറുണ്ടായിരുന്നു, അത് ഞാൻ ഇതിനകത്ത് ഇട്ട് കൊടുത്തു. പിന്നെ നമ്മുടെ ഗാർഡൻ സോയിൽ, പിന്നെ ഒരല്പം മണലിട്ട് കൊടുത്തിട്ടുണ്ട്. നല്ല ഒരു എന്താ പറയുന്നത്, ഒരു മണ്ണിളക്കമൊക്കെ ഉണ്ടാകാൻ വേണ്ടിയിട്ടാണ്. നല്ല വേരോട്ടമൊക്കെ ഉണ്ടാകണമെങ്കിൽ മണലും കൂടെ ഒക്കെ ചേർത്ത് കൊടുക്കുന്നത് നല്ലതാണല്ലോ. അപ്പോൾ അതുകൊണ്ട് അത് ചേർത്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ കരികില ഇതിനകത്ത് ചുമ്മാ കുറച്ച് പൊടിച്ചൊക്കെ ഇട്ട് കൊടുത്ത് ശകലമൊക്കെ. പിന്നെ കൊടുത്തിരിക്കുന്നത് നമ്മുടെ എല്ലുപൊടി, വേപ്പിൻ പിണ്ണാക്ക്, അതൊക്കെയാണ്. ഇതൊക്കെ നമ്മൾ എപ്പോഴും കാണിക്കുന്നതാണ്, അതുകൊണ്ടാണ് അത് ഡീറ്റെയിൽ ആയിട്ട് കാണിക്കാത്തത്. അപ്പോൾ എല്ലുപൊടിയും വേപ്പിൻ പിണ്ണാക്കും നിർബന്ധമായിട്ട് നമ്മൾ ഏത് ചെടി നടുമ്പോഴും ഇട്ട് കൊടുക്കാറുണ്ട്. വേപ്പിൻ പിണ്ണാക്ക് നല്ലൊരു ഫംഗിസൈഡ് ആയിട്ട് പ്രവർത്തിക്കുന്നതാണ്, എല്ലുപൊടി വളവുമാണ്. അപ്പോൾ അതുകൊണ്ട് അതൊക്കെ നമ്മൾ ചെടികൾക്ക് എപ്പോഴും കൊടുക്കും. പിന്നെ ഞാൻ വാങ്ങിച്ച് വെച്ചിരിക്കുന്ന ചെടിച്ചട്ടി എന്ന് പറഞ്ഞാൽ ഇതാണ് കേട്ടോ. അപ്പം ഇതിൻ്റെ വേരുകൾക്ക് കുറച്ച് ആഴത്തിൽ പോകുന്ന ഒരു വേരുകളാണ്, പിന്നെ ധാരാളം വേരുകൾ ഉണ്ടാകുന്നതുമാണ്. അപ്പോൾ അതുകൊണ്ട് കുറച്ചൊരു വിസ്താരമുള്ള ഒരു ചെടിച്ചട്ടിയാണ് നമുക്ക് ഈ ഒരു ജർബറ നടാനായിട്ട് നല്ലത്. അപ്പം ഞാനൊരു 3 ചെടിച്ചട്ടി അതിനായിട്ട് ഒരേ കളറിൻ്റെ 3 ചെടിച്ചട്ടി ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതിലാണ് നമ്മൾ ജർബറ നടാനായിട്ട് പോകുന്നത്. നല്ല ഹോളൊക്കെയുള്ള ചട്ടി ആയിരിക്കണം. വെള്ളം കെട്ടിയിരുന്നാൽ അതിനൊരു ചെറിയ ഒരു കിഴങ്ങ് പോലൊരു ഭാഗമുണ്ടല്ലോ, അതൊക്കെ പെട്ടെന്ന് വെള്ളം ഒത്തിരി കെട്ടി നിന്നാൽ പെട്ടെന്നൊക്കെ ചീഞ്ഞു പോകും. അപ്പോൾ അതിൻ്റെ ഒരു സംരക്ഷണം കൊടുത്തുകൊണ്ട് വേണം നമ്മൾ പോട്ടി മിക്സ് ഉണ്ടാക്കാനും ചെടി നടാനും വെള്ളം ഒഴിക്കാനും ഒക്കെ തന്നെ. അപ്പോൾ ഞാനിപ്പോൾ പോട്ടി മിക്സായിട്ട് ഇതിനകത്ത് നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന പോട്ടി മിക്സ് ആദ്യമേ കുറച്ചിട്ട് കൊടുത്തു. ഒരു ചെറിയ ലെയറായിട്ടാണ് അതിട്ട് കൊടുത്തേക്കുന്നത്. അതാദ്യമേ അങ്ങനെ ഒരു ലെയർ ഇട്ട് കൊടുത്തു. അതിന് മീതെ ഇനി ഞാൻ ഇട്ട് കൊടുക്കാൻ പോകുന്നത് കുറച്ച് കരികിലയാണ്. ഇത് കണ്ടോ, നല്ല ഉണങ്ങിയ കരികിലാണ്. ഈ ഒരു സമയത്ത് മാത്രമേ നമുക്കിവിടെ കരികിലയൊക്കെ കിട്ടത്തുള്ളൂ. കണ്ടോ, നല്ല ഉണങ്ങിയ കരികിലയാണ്. ഈ കരികില കൊടുത്തിട്ട് നമ്മൾ കുറച്ച് നല്ലോട്ട് താഴ്ത്തി അങ്ങ് വെക്കണം. ഇതിപ്പോൾ മണ്ണ് മീതി വന്നെന്ന് പറഞ്ഞാൽ ഇത് കുറച്ച് ദിവസം കഴിയുമ്പോഴത്തേനും കരികില ഇങ്ങനെ പൊടിഞ്ഞു തുടങ്ങും. അപ്പോൾ ആ മണ്ണെല്ലാം ഒത്തിരി അങ്ങ് താഴേക്ക് പോകും. അതുകൊണ്ട് കുറച്ച് ഇങ്ങനെ നല്ല അമക്കി തന്നെ വെക്കണം. അതിൻ്റെ മുകളിൽ ഒരു ലെയർ നമ്മുടെ പോട്ടി മിക്സ് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ, കരികിലയുടെ മുകളിലായിട്ട്.
അപ്പോൾ ആദ്യം നമ്മൾ മണ്ണിട്ട് കൊടുത്തു, അതിൻ്റെ മുകളിൽ കരിയില ഇട്ട് കൊടുത്തു, പിന്നെ കുറച്ച് പോട്ടി മിക്സ് ഇട്ട് കൊടുത്തു. ഇപ്പോൾ തന്നെ ഇത് 3 ലെയർ ആയിട്ടുണ്ടേ, കണ്ടല്ലോ. ആ ചട്ടിക്കകത്ത് 3 ലെയറാണ് നമ്മൾ ഇട്ട് കൊടുത്തിരിക്കുന്നത്. ഇനി അടുത്തതായിട്ട് നമ്മൾ ഇട്ട് കൊടുക്കാൻ പോകുന്നത് 1 ലെയർ കരികിലയും കൂടിയാണ്. ഇത് നല്ലതായിട്ട് ഇങ്ങനെ പ്രസ് ചെയ്ത് കൊടുക്കണമെങ്കിൽ മാത്രമേ ഇതല്ല അമങ്ങിയിരിക്കണം. കരികില വളമായിട്ട് മാറുന്നതനുസരിച്ച് മണ്ണ് കുറച്ചുകൂടി അടിയിലോട്ട് പോകും. അപ്പോൾ പിന്നെ നമ്മൾ അന്നേരം മണ്ണിട്ട് കൊടുക്കേണ്ടി വരും. അതുകൊണ്ട് വീണ്ടും 1 ലെയർ ഇതിൻ്റെ മുകളിൽ കരികില നല്ലതായിട്ടൊന്ന് പ്രസ് ചെയ്ത് വെക്കണം. നല്ലതായിട്ട് ഉണങ്ങിയ കരികില ആയിരിക്കണം കേട്ടോ. നല്ല ഉണങ്ങിയ കരിയിലയാണ്. ഇതൊക്കെ പെട്ടെന്ന് മണ്ണിൽ അങ്ങ് ലയിച്ച് ചേരുന്നതാണ്. കരിയിലയ്ക്കകത്ത് ഒരുപാട് മിനറൽസൊക്കെ ചേർന്നിട്ടുള്ളതാണ്. ചെടികൾക്ക് ആവശ്യമുള്ള ഒത്തിരി മൂലകങ്ങളൊക്കെ അടങ്ങിയിട്ടുള്ളതാണ് കരിയില എന്ന് പറയുന്നത്. അപ്പോൾ അത് നമ്മൾ ഈ കിഴങ്ങ് വർഗ്ഗങ്ങളൊക്കെ നടുമ്പോൾ കണ്ടിട്ടില്ലേ, കരിയിലയൊക്കെ ഇട്ട് നല്ലതായിട്ട് പൊതയിട്ടിട്ടാണ് അതൊക്കെ നടുന്നത് തന്നെ. അപ്പം പിന്നെ പണ്ടൊക്കെ എനിക്ക് തോന്നുന്നു പച്ചമുളക്, വെണ്ട ഒക്കെ നടുമ്പോഴും പലരും ഇങ്ങനെ കരിയിലയൊക്കെ ഇട്ട് നടുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ നല്ല വളമുള്ള ഒരു സാധനം തന്നെയാണ് കരിയില എന്ന് പറയുന്നത്. നമ്മുടെ ചെടികൾക്ക് നമ്മൾ എത്ര വളം കൊടുക്കുന്നുണ്ടെന്ന് പറഞ്ഞാൽ ഇതുപോലൊക്കെയുള്ള വളങ്ങളും കൂടെ കിട്ടുകയാണെങ്കിൽ അത് നാച്ചുറലായിട്ട് തന്നെയൊക്കെ ചെടികൾ വളർന്നിങ്ങനെ പൂക്കളായിട്ട് വരും. പിന്നെ നമ്മൾ രാസവളമൊക്കെ കൊടുക്കാറുണ്ട് പൂക്കാൻ വേണ്ടിയിട്ട്, എങ്കിൽ തന്നെ അതല്ലാതെയും നന്നായിട്ട് തന്നെ അതിന് നല്ല വളർച്ചയൊക്കെ ഉണ്ടാവും. അപ്പോൾ അതിൻ്റെ കരിയില ഇട്ടിട്ട് അതിൻ്റെ മീതെ ഞാൻ വീണ്ടും മണ്ണിട്ട് ഇവിടെ നിറച്ച് ഫില്ല് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതാ ഇത്രയും നിറച്ചിട്ടാണ് വെച്ചേക്കുന്നത്. ഇനിയിപ്പോൾ നമുക്ക് ഈ ചെടിയെ ഒന്ന് ഇതിൽ നിന്ന് എടുത്ത് നടാം. അപ്പോൾ ഇതിൻ്റെ ഇലകളൊക്കെ ചീഞ്ഞ് തുടങ്ങി. അപ്പോൾ ഇനി ഇത് നട്ടില്ലെങ്കിൽ ചെടി പാഴായി പോകുന്ന ഓർത്തിട്ടാണ് ഞാൻ പെട്ടെന്ന് നടാമെന്ന് വിചാരിച്ചത്. അങ്ങനെ ഒത്തിരി ദിവസം നമ്മൾ ഇങ്ങനെ വെച്ചേക്കരുത്. അപ്പോൾ നമ്മൾ ഈ ചെടിച്ചട്ടിക്കകത്തുനിന്ന് ഇതൊന്ന് എടുക്കാനായിട്ട് ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ച് ഇതൊന്ന് ചെറുതായിട്ടൊന്ന് കുതിർന്നിട്ടാണ് ഇതിൻ്റെ മണ്ണ് ഇളക്കിയെടുത്തത്. മണ്ണ് ഇളക്കിയെടുത്തിട്ട് അവർ ഈ ചെടിച്ചട്ടി കുത്തി നിറച്ച് വെച്ചിരിക്കുന്നതെന്ന് പറഞ്ഞാൽ ചള്ള പോലെയുള്ള മണ്ണ്. അതായത് ചള്ള എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാമോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ, ഇങ്ങനെ കുഴഞ്ഞ മണ്ണ് അതാണ്. അപ്പോൾ അത് നമ്മൾ പരമാവധി അതിൽ നിന്ന് അങ്ങ് കളയണം, കുറേ അങ്ങ് പൊട്ടിച്ചങ്ങ് കളയണം. എന്നിട്ട് അതിൻ്റെ വേരുകളൊക്കെ കുറച്ചേക്കും പുറത്തോട്ട് പോരട്ടെ, അതാണ് നല്ലത്. അപ്പോൾ ആ വേരുകളെയൊക്കെ കുറച്ചിങ്ങനെ പുറത്തോട്ട് വന്നിട്ട് ഇനി തീരെ അങ്ങ് ചള്ള പിടിച്ച് കട്ടയായിട്ടിരിക്കുകയാണെങ്കിൽ ഉണ്ടല്ലോ, നമുക്ക് വേണമെങ്കിൽ ആ വേരുകളൊക്കെ ഒന്ന് കഴുകി എടുത്തിട്ട് നടുകയാണെങ്കിലും കുഴപ്പമില്ല. ചെടിക്കിളുക്കായിരിക്കില്ല, നന്നായിട്ട് തന്നെ കുറച്ച് ദിവസം വേണം. അപ്പോൾ ഒന്ന് പിന്നെ വെയിലത്തൊന്നും വെക്കരുത്. അങ്ങനെയൊക്കെ നമ്മൾ കഴുകിയെടുത്തൊക്കെ വെക്കുമ്പോൾ അതേ ഉള്ളൂ. അതൊക്കെ ശ്രദ്ധിച്ചാൽ മതി, ചെടിക്ക് വേറെ കുഴപ്പമൊന്നും ഉണ്ടാകത്തില്ല. അങ്ങനെയും നമുക്കിത് നടാനാണ്. അപ്പം ഞാനിത് മണ്ണിൽ നിന്ന് എടുത്തിട്ട് പോട്ടി മിക്സ് പകുതിയോളം അതിൽ നിന്ന് കളഞ്ഞിട്ട് നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ചട്ടിയിലോട്ട് നട്ടു വെച്ചിട്ടുണ്ട്. ഈ രീതിയിൽ ജറബറ നമുക്ക് നടാവുന്നതാണ്. ഇനി ഇത് ഒരു 2 ദിവസം ഞാൻ തണലത്ത് വയ്ക്കും, വെള്ളമൊക്കെ ഒഴിച്ച് 2 ദിവസം തണലത്ത് വെച്ചിട്ട് ഒന്ന് വേര് ആ മണ്ണിലോട്ട് ഉറച്ചതിന് ശേഷം മാത്രമാണ് നമ്മൾ ചെടിച്ചട്ടി വെയിലത്ത് വെക്കത്തുള്ളൂ. ഇനി ഞാൻ ഒരു 3 ചെടിയായിരുന്നു വാങ്ങിച്ചിരിക്കുന്നത്. മറ്റൊരു ചെടി റിപ്പോർട്ട് ചെയ്യാൻ എടുത്തപ്പോൾ അതിന് സംഭവിച്ചിരിക്കുന്ന കാര്യം കാണിക്കാം. ഇതാണ് കേട്ടോ. പക്ഷേ ആദ്യത്തെ ചെടിക്ക് കുഴപ്പമില്ലായിരുന്നു. രണ്ടാമത്തെ ചെടി എടുത്തപ്പോൾ ഇതിൻ്റെ ചുവട്ടിൽ ഇതുപോലൊരു കുഞ്ഞ് പ്ലാസ്റ്റിക് കോട്ടിംഗ് ഉണ്ട്. ഈ ഒരു കോട്ടിങ് വെച്ച് നമ്മൾ ഈ ചെടി നട്ടാലത്തെ കുഴപ്പമെന്ന് പറഞ്ഞാൽ കുറച്ച് കഴിയുമ്പോൾ ഇതിൻ്റെ വേരുകൾ വലുതാവും. വേരുകൾ ഇങ്ങനെ തിങ്ങിക്കൂടി കഴിയുമ്പോഴത്തേനും ഈ ഒരു ചെറിയ ചട്ടിക്കകത്ത്, അതായത് ഇതൊരു കുഞ്ഞ് ചട്ടി പോലത്തെ സാധനമാണ്, അതിനകത്ത് ആ വേരുകളെല്ലാം കൂടി നിൽക്കത്തില്ല. അങ്ങനെ ചെടി പതുക്കെ ഉണങ്ങിപ്പോവും. അപ്പോൾ ജറബറ പലർക്കും പിടിച്ചു പോകാതെ കിട്ടാതൊക്കെ വരുന്നതിൻ്റെ പ്രധാന കാരണം അത് നമ്മളിങ്ങനെ പോട്ടിംഗ് മിക്സ് കുറച്ച് കളഞ്ഞ് നോക്കുമ്പോൾ ഈ ഒരു സംഭവം കാണാം. അതെടുത്ത് കളയുക എന്നുള്ളത് പ്രധാന കാര്യമാണ്. അങ്ങനെ ചെയ്തിട്ട് മാത്രമേ നമ്മൾ ഈ ഒരു ചെടിയെ നടാവുള്ളൂ. അപ്പം ഞാനതെല്ലാം കട്ട് ചെയ്ത് കളഞ്ഞിട്ട് അടുത്ത ചട്ടി നട്ടു കൊടുത്തിട്ടുണ്ട്. അങ്ങനെ 3 ചട്ടി ചെടികളാണ് നമ്മളിവിടെ വെച്ചേക്കുന്നത്. അപ്പം ഞാൻ ഇതൊന്ന് നനച്ചും കൊടുത്തിട്ടുണ്ട്. ഇങ്ങനെയാണ് നമ്മൾ ഇത് പോട്ട് ചെയ്യുന്നത്. ജറബറ അത്യാവശ്യം നല്ലതായിട്ട് തന്നെ കിളിർക്കാനായിട്ട് ഇതേ രീതി ചെയ്തു കൊടുക്കുന്നതാണ് ഏറ്റവും നല്ലത്. അപ്പോൾ നമ്മളിവിടെ വാങ്ങിച്ചുകൊണ്ട് വന്ന 3 ജറബറകൾ നട്ടു. 3 എണ്ണം ഇവിടെയുണ്ട്. ഇപ്പോൾ ഇതിനി നമുക്ക് വെയിലത്ത് വെക്കണമെങ്കിൽ ഒരു 2 ദിവസമൊക്കെ കഴിഞ്ഞിട്ട് മാത്രം വെയിലത്ത് വെച്ചാൽ മതി. അപ്പോൾ അതുവരെ കുറച്ച് തണലിൽ നിൽക്കുന്നതാണ് നല്ലത്. അപ്പോൾ ഇതേ രീതിയിലൊക്കെ ജറബറ നട്ട് നോക്കുക. നല്ല ഭംഗിയുള്ള പൂക്കളാണ് ജറബറയ്ക്ക്. നമ്മുടെ ഗാർഡനെ നല്ല മനോഹരമാക്കാനായിട്ട് ഈ ഒരു ചെടിക്ക് സാധിക്കുന്നതാണ്. അപ്പോൾ ജറബറ ഇഷ്ടമില്ലാത്തവർ അധികം ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. നല്ല പൂക്കളാണ്. പിന്നെ
പലരും ഇത് ഒരു ഡെക്കറേഷനൊക്കെ ആയിട്ട് ഉപയോഗിക്കാറൊക്കെ ഉണ്ട്. അപ്പോൾ ഇത്രയൊക്കെയായിരുന്നു ഇന്നത്തെ ചെടി നടുന്നതിനെക്കുറിച്ച് നമുക്ക് പറയാനുള്ളത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ വൈൻഡപ്പ് ചെയ്യാം.